ആദ്യത്തെ ശ്വാസം പോയി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഈശോ എൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ഈശോ അതിഭയങ്കരമായ സ്പീഡിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്നെ ആകാശത്തിലേക്ക് വലിയൊരു ട്യൂബ് പോലെ ഒരു സാധനമാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതിലേക്ക് എന്നെ ഭയങ്കര സ്പീഡിൽ കൊണ്ടുപോവുകയാണ്. അതായത് ഞാൻ കാണുന്ന ഒരു സ്റ്റാർ ദൂരത്തിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യം ഈശോയ്ക്ക് സ്തുതിയും ചൊല്ലി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേന്നും പറഞ്ഞ് കയ്യും കുട്ടി കിടക്കുകയായിരുന്നു പുള്ളി. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഈശോ ഞാൻ തിരിച്ചു തന്നത്. എൻ്റെ പേര് ബേബി എന്നാണ്, പൗലോസ് എന്ന് വിളിക്കുന്നു. ഞാൻ മാനന്തവാടി രൂപതയിലെ പാൽച്ചുരം ഇടവകയിൽ സെൻറ്റ് ജാവറ കുര്യാക്കോസിൻ്റെ ഇടവകയിലുള്ള വ്യക്തിയാണ്. ഞാൻ 4 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാണ്. അതിനുശേഷം സുഖമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം എനിക്ക് പെട്ടെന്നൊരു പനി വരികയും ഞാൻ മാനന്തവാടി സെൻറ്റ് ജോസഫ് ആശുപത്രിയിൽ പോയി 5 ദിവസത്തോളം അവിടെ ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഞാനിവിടെ വീട്ടിൽ വരികയും പിറ്റേ ദിവസം രാവിലെ എനിക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ട് വരികയും ഭാര്യയെ വരെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ പെട്ടെന്ന് ഡയൽ ചെയ്ത് അവളെ വിളിക്കുകയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഡോക്ടറെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ ചെല്ലുകയും ഡോക്ടർ വന്നതിന് ശേഷം എനിക്ക് വീട്ടിലേക്ക് മരുന്ന് കുറിച്ച് തരികയും ചെയ്തു. അതിനുശേഷം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു വിട്ടതിന് ശേഷം അവിടുന്ന് എനിക്ക് പോരാൻ നേരത്തെ ഒരു ഇഞ്ചക്ഷനും വെച്ചു, പിന്നെ വലിക്കാനുള്ള മരുന്ന് തന്നു. അവിടുന്ന് ഞങ്ങളിറങ്ങി 20 മീറ്റർ ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ചങ്കിന് പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വരികയും ശ്വാസം മുട്ടി എനിക്ക് വലിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോഴത്തേനും തിരിച്ച് ടെലി ഹോസ്പിറ്റലിലേക്ക് എന്നെ എത്തിക്കുകയും പെട്ടെന്ന് അവിടുത്തെ എല്ലാ അത്യാഹിതത്തിലേക്ക് എന്നെ അവരെല്ലാം ഓടിക്കോരി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എനിക്ക് വേണ്ട ചികിത്സകളെല്ലാം പെട്ടെന്ന് കൊണ്ടേ തന്നു. അന്ന് വണ്ടിയെ കൊണ്ടൊക്കെ എടുത്തത് എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് എൻ്റെ ആദ്യത്തെ ശ്വാസം അങ്ങ് പോയി. ആദ്യത്തെ ശ്വാസം പോയി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഈശോ എൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഈശോ തൻ്റെ സിംഹാസനത്തിൽ നീല മുത്തുകൾ കൊണ്ട് അലങ്കൃതമായ ആ കസേരയിൽ അങ്ങനെ വന്നിരിക്കുകയും യേശുവിൻ്റെ വലത് ഇടതുമായിട്ട് 2 പേരുണ്ടായിരുന്നു. ഒന്നെങ്കിൽ അത് അബ്രാഹവും മോശയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെന്നോട് പറഞ്ഞു ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മരിച്ചു കിടക്കുന്ന പോലെ കിടക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്ന എന്നോട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്വാസമെല്ലാം നല്ല ക്ലിയറായിട്ട് വന്നു. എനിക്കൊരു തടസ്സവും വന്നില്ല. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ സമയത്തിന് പെട്ടെന്ന് യേശു ആ ഭിത്തിയിൽ ഇങ്ങനെ ഒരു കൈ തൊടുകയും അന്നേരത്തിന് ഒരു നീല വെട്ടത്തിലുള്ള ഒരിങ്ങനെ 2-3 റൗണ്ട് അടിക്കുകയും ചെയ്തു. യേശുവിൻ്റെ മടിയിലേക്ക് വലിയൊരു സ്ക്രീനിങ്ങനെ തുറന്നു വരികയും എൻ്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞിങ്ങനെ ഫോട്ടോയിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. അത് കാണാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്കതൊരു മനസ്സിലൊരു ഭയങ്കര സങ്കടം വന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ വീണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇങ്ങനെ കുരിശം വരച്ചു. അതിനുശേഷം ഈശോ എന്നെ അതിഭയങ്കരമായ സ്പീഡിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്നെ ആകാശത്തിലേക്ക് വലിയൊരു ട്യൂബ് പോലെ ഒരു സാധനമാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതിലേക്ക് എന്നെ ഭയങ്കര സ്പീഡിൽ കൊണ്ടുപോവാണ്. ഒരു സ്റ്റാർ ദൂരം, അതായത് ഞാൻ കാണുന്ന ഒരു സ്റ്റാർ ദൂരത്തിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 1/2 മിനിറ്റ് കൊണ്ട് എന്നെ ഒരു സ്റ്റാർ ദൂരത്തിലെത്തിക്കുകയും അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോട്ടോകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്തേക്കുന്ന പ്രവൃത്തികൾ മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അവിടെ എത്തി ഈശോൻ്റെ ചുറ്റുമുള്ള മാലാഖമാരും എല്ലാവരും കൂടെ ഒന്നിച്ചാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ യേശുവിൻ്റെ ഇരിപ്പിടവും എല്ലാം ഞാൻ കണ്ടതിന് ശേഷം തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു സ്റ്റാർ അതേമാതിരി എന്നെ ദൂരത്തിൽ കണ്ടു. അങ്ങനെ വീണ്ടും അങ്ങോട്ട് എന്നെ അവിടുന്ന് വീണ്ടും കൊണ്ടുപോയി. അങ്ങനെ 7 സ്റ്റാറുകൾ ദൂരത്തിൽ 7 സ്വർഗം എന്നാണ് പറയുന്നത്. ആ 7 സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി. 3ാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ 2ാമത്തെ ശ്വാസവും പോയി. അതിഭയങ്കര ഒരു സ്പീഡിലായിരുന്നു ഈ വാഹനം പോകുന്നത്. അതായത് ഇവിടുന്ന് ഒരു സ്റ്റാർ ദൂരത്തേക്ക് ഒരു 1/2 സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഒരു 50,000 കിലോമീറ്റർ സ്പീഡിലാണ് ഈ വാഹനം പോകുന്നതും. മാത്രമല്ല ഈ വാഹനത്തിൻ്റെ സൗണ്ട് അതിഭയങ്കരമായ എൻ്റെ കാതടയ്ക്കുന്ന സൗണ്ടുമായിരുന്നു. 6 എന്നുള്ള 7ാമത്തേലേക്ക് കിടക്കുന്ന സമയത്ത് ഈ സൗണ്ടുകൾ മുഴുവൻ നിശ്ചലവും അതിനുശേഷം
ഗോതമ്പിൻ്റെ ഇലകൾ ഇങ്ങനെ അലകുന്ന മാതിരി ഇങ്ങനെ സർവ്വം ഇങ്ങനെ ഇലകൾ അനങ്ങിക്കൊണ്ടിരിക്കുകയും അവിടുന്ന് സൗണ്ട് മുഴുവൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം നിശ്ചലമാകുകയും ചെയ്യുന്നു. മലാഹമാർ തുള്ളുന്ന കൂടുതൽ ഞാനും ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഗോതമ്പ് നെല്ലിൻ്റെ ആ നെല്ലിങ്ങനെ വീശുന്ന മാതിരിയാണ് എല്ലാവരും ചേർന്ന് നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഞാനും ആ കൂട്ടത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഞാൻ പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പഴയ രൂപമായിട്ട് എനിക്ക് മാറാൻ സാധിച്ചു. എൻ്റെ ഭാര്യയോടൊക്കെ പോയി പറഞ്ഞിരുന്നു, ഡോക്ടർ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. കാലം നീട്ടി കൈയൊക്കെ നീട്ടി മരിച്ച പോലെ പോയ ആളാണ് ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. 2 പ്രാവശ്യം ഈശോയ്ക്ക് സ്തുതിയും ചൊല്ലി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേന്നും പറഞ്ഞ് കയ്യും കുട്ടി കിടക്കുകയായിരുന്നു പുള്ളി. അത് കഴിഞ്ഞിട്ടാണ് ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. ഈ സംഭവിച്ചതിന് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എല്ലാ ദിവസവും രാത്രി ഈ ചിന്തകൾ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഫോൺ മെമ്മറിക്കകത്ത് എനിക്ക് ഈ അനുഭവം ഉണ്ടായ കാര്യങ്ങൾ ഞാൻ ആശുപത്രിയിൽ തന്നെ കിടന്നുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ ഇത് എഴുതി സേവ് ചെയ്ത് വെക്കുകയും അച്ഛനോട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അതേമാതിരി 2-3 പേരോട് എനിക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു. അതെൻ്റെ മനസ്സിൽ എന്നെ തന്നെ ഇരിക്കാതെ മറ്റാരെങ്കിലും അറിയണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. ദയവായിട്ട് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. മാതാവിനോട് ഞാൻ എന്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തരാറുണ്ട്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റായിട്ടിരുന്ന ഒരു സമയത്ത് ഒരു മാതാവിൻ്റെ ചെറിയൊരു രൂപം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യയുടെ ചേട്ടത്തി സിസ്റ്ററായിരുന്നു, തൊണ്ടിയിൽ മഠത്തിലായിരുന്നു അവരെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് എങ്ങനെയോ ആ സിസ്റ്ററിൻ്റെ അവിടുത്തെ പ്രവൻഷാളമ്മ ഇത് മനസ്സിലാക്കുകയും ആ ചേട്ടൻ എന്തോ ഒരു സാമ്പത്തികമായിട്ട് എന്തോ ഒരു വിഷയമാണ് കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു പൈസ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും മാതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവ് എനിക്ക് സാധിച്ചു തരാറുണ്ട്. മരിച്ചാൽ എന്ത് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ആ ശ്വാസം പോയത് മാത്രമേ എനിക്കൊരു ഓർമ്മയുള്ളൂ. അതിനുശേഷം നമ്മൾ തമ്പുരാൻ്റെ മടിയിലേക്ക് അങ്ങ് ചെന്നേക്കുന്നത്. അതുകൊണ്ട് തമ്പുരാനെ നമ്മളെ അങ്ങനെ അത്രയും സ്പീഡിൽ അങ്ങോട്ട് കൊണ്ടുവന്നത്. സ്വർഗത്തിലേക്ക് ഒരിക്കലും നമുക്ക് പോകാൻ സാധിക്കില്ല, ദൈവം വന്നിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് ഒരു 7 സ്റ്റാറിൻ്റെ ദൂരത്തിലാണ് സ്വർഗം എൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. അത്രയും ദൂരത്തിലേക്ക് നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല, ദൈവമില്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതെനിക്കൊരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.